ബഹുമാനിയുടെ സത്യവിശ്വാസികൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കേണ്ടി വരുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊക്കെ നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം അല്ലാഹു തആല നമ്മളെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ പരീക്ഷിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സമുദായം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പരിചയപ്പെടുത്തിയതുപോലെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മാനവകുലത്തിന് മുഴുവൻ മാർഗദർശനമായി അല്ലാഹു തആല നിയോഗിച്ച ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് അല്ലാഹു തആല ഉത്തമ സമുദായം എന്ന് പേര് നൽകി അയച്ചിരിക്കുന്ന ഈ സമുദായം സ്വാഭാവികമായും ലോകത്ത് 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ അനുയായികൾക്കൊക്കെ സംഭവിച്ചതുപോലെയുള്ള അപജയം ഈ സമുദായത്തിനും സംഭവിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനുമൊക്കെ നിരന്തരമായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയതായിട്ട് എല്ലാ സമുദായങ്ങളും കഴിഞ്ഞുപോയ ലോകത്തുള്ള പ്രവാചകന്മാരുടെ അനുയായികളായി വന്ന എല്ലാ സമുദായങ്ങളെയും ആ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെ, ആ പ്രവാചകർ ഉണ്ടാക്കിയെടുത്ത സമൂഹത്തിലെ ആദ്യത്തെ തലമുറ കഴിയുന്നതോടുകൂടെ പിന്നീട് അതിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിലുണ്ടാകുന്ന പ്രത്യേകമായ ചില അപജയങ്ങളുമൊക്കെ പരിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തതായിട്ട് കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും മൗലിക പ്രധാനമായ വിഷയം, ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തൗഹീദാണ്. വിട്ടുവീഴ്ചയില്ലാത്ത, ഒരു കാലത്തും മാറ്റം വരാൻ പാടില്ലാത്ത തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ആ വിശ്വാസം, ഇതാണ് അല്ലാഹു തആല അവന്റെ പ്രവാചകരിലൂടെ, സ്വഹാബാക്കളിലൂടെ ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകരെ കൊണ്ട് പഠിപ്പിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. മഹാനായ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലം യഫ്രിദ് ഷൈഅൻ അഫ്ദല മിന തൗഹീദി വസ്സലാത്തി. അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ തൗഹീദിനേക്കാളും നിസ്കാരത്തെക്കാളും വലിയ മറ്റൊരു കാര്യവുമില്ല എന്നാണ്. അപ്പൊ ഏറ്റവും പ്രധാനം തൗഹീദാണ്. ആ തൗഹീദ് ശരിയായ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു തരികയും അതിന് ശേഷം അത് സഹാബാക്കളും താബീകളും സ്വലഫു സാലിഹീങ്ങൾ എന്ന് പറയുന്ന ആദ്യ കർമ്മകാരായ ആ ഉത്തമ നൂറ്റാണ്ടുകാരെന്ന് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച സ്വഹാബത്ത്, താബീകള്, താബികളുടെ കാലഘട്ടം കഴിയുന്നത് വരെ ഒരു മാറ്റവുമില്ലാതെ തുടർന്നെങ്കിലും പിന്നീട് പലവിധ വൈകല്യങ്ങളും തൗഹീദുകളിൽ ഉണ്ടാവുകയാണ്. പലവിധ പുതിയ വേർഷനുകൾ, പുതിയ അപ്ഡേറ്റുകൾ തൗഹീദിൽ ഉണ്ടാവുകയാണ്. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന തൗഹീദ് ശരിയാണോ അല്ലയോ എന്ന് അവിടേക്ക് ചേർത്ത് നമ്മൾ വായിക്കണം, പുതിയതിലേക്കല്ല ചേർക്കേണ്ടത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ പൂർവികരായ സ്വഹാബാക്കളുടെ, താബീകളുടെ തൗഹീദ് എന്ന് പറയുന്നത് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയുടെ 13-ാമത്തെ വാള്യം 294-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് അന്നത്തെ തൗഹീദ്? ഖാല അബുൽ ഖാസിം ത്വയ്നി റഹ്മഹുല്ലാഹ് ഫീ കിതാബിഹി അൽ ഹുജ്ജ. അൽ ഹുജ്ജ എന്ന് പേരുള്ള പ്രശസ്തമായ ഗ്രന്ഥത്തിൽ, പൂർവിക ഗ്രന്ഥത്തിൽ അബുൽ ഖാസിം ത്വയ്നി എന്നിവർ പറയുന്നുണ്ട്, ആ തൗഹീദ് എന്ന് പറഞ്ഞാൽ മസ്ദറു വഹദ യുവഹിദു. വഹദ യുവഹിദു എന്ന ഫീലിന്റെ, ക്രിയാധാതുവിന്റെ മസ്ദറാണ് ഈ തൗഹീദ് എന്ന് പറയുന്നത്. വമഅന വഹദുല്ലാഹ, ഞാൻ അല്ലാഹുവിന്റെ വഹദു, ഞാൻ ഏകനാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലാഹു തആല അവന്റെ ധാത്തു കൊണ്ടും അവന്റെ സിഫാത്ത് കൊണ്ടും അവൻ തുല്യതയില്ലാത്തവനാണ്, തനിച്ചവനാണ് എന്ന് ഞാൻ കരുതി വിശ്വസിച്ചു എന്നാണ്. വിശ്വാസപരമായ ഒരു കാര്യമാണ് ഈ തൗഹീദ്.
എഴുത്തക്കടുത്തു, ഞാൻ കരുതി ഉറപ്പിച്ചു, വലാ നളീറ ലഹു, അല്ലാഹുവിന് തുല്യന്മാരില്ല, വലാ ശബീഹ, അവന് സദൃശ്യന്മാരുമില്ല എന്ന് ഞാൻ കരുതി ഉറപ്പിച്ചു എന്നതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഏത് കാലത്ത്? അക്കാലഘട്ടത്തിൽ. ഹിജറ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും സ്വഹാബത്തിന്റെ കാലത്തും താബീകളുടെ കാലത്തും താബികളുടെ കാലത്തുമുള്ള തൗഹീദ് ഒരു വിശ്വാസപരമായ കാര്യമാണ്. ഇപ്പോ നമ്മുടെ മനസ്സിലുള്ള തൗഹീദ് ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. കേൾക്കുന്നത് നിങ്ങളെപ്പോൾ ഉദ്ദേശിച്ചാ പറയണം, വേറെ ആരും ഉദ്ദേശിച്ച് പറയല്ല. എൻ്റെ മുഖാത്തബുകളോടാണ് ഞാനിത് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഒരു 235 കൊല്ലം മുമ്പ് ഒരാള് ഈ നിർവചനം ഒന്ന് മാറ്റി. ഇസ്ലാം എന്ന് പറയുന്നത് 1400-ലധികം പഴക്കമുള്ള ഒന്നാണ്. 235 കൊല്ലം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1787 മരിച്ച ഒരാള് ഈ തൗഹീദ് അംഗീകരിക്കാതെ അയാൾ പുതിയൊരു നിർവചനം ഉണ്ടാക്കി തൗഹീദിന്. അത് വിശ്വാസപരമല്ല, അതൊരു കർമ്മപരമായ കാര്യമാണ്. എന്താണ് അയാൾ പറഞ്ഞത്? ഞാൻ ആളെയൊക്കെ പറഞ്ഞുതരാം. അന്ന തൗഹീദ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു തആല ബിൽ ഇബാദത്തി. ഇബാദത്ത് എന്ന് പറഞ്ഞാല് അല്ലാഹനെ മാത്രം ആരാധിക്കലാണ്, അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യലാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറയുന്നത് നേരത്തെ സ്വഹാബാക്കളുടെ കാലത്തോ താബീകളുടെ കാലത്തോ സലഫു സാലിഹീങ്ങളുടെ കാലത്തോ ഒരു 200 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ എഴുതപ്പെട്ട ലോകത്തെ ഏതെങ്കിലും ഒരു വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയ ഒരു കിതാബിലോ അങ്ങനെ ഇല്ല. ഇബാദത്തുമായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇത് എന്തിനായി ചെയ്തത്? അയാളുടെ കശ്ഫുൽ ശുബ്ഹാത്ത് എന്ന് പറയുന്ന ഒരു കിതാബിന്റെ പ്രഥമ പേജിൽ, 1-ാമത്തെ പേജിൽ, കാരണം അയാൾ എഴുതിയ കിതാബുകൾക്കൊക്കെ 14 പേജ് 15 പേജിന്റെ അപ്പുറം ഇല്ല. അയാളുടെ എല്ലാ കിതാബും കൂടി കൂട്ടിയിട്ട് കുറെ ഉണ്ട് പേരില്, എല്ലാ കിതാബും കൂടി കൂട്ടിയിട്ട് അൽ ജാമിഉൽ ഫരീദ് എന്ന് പറഞ്ഞിട്ട് അറബി നാടുകളിൽ നിന്ന് കിതാബ് ഇറങ്ങുന്ന എന്റെ കയ്യിലുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, അതിപ്പോ എന്റെ കയ്യിലുണ്ട്. 14 പേജോ 17 പേജോ ഇവിടെ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പൊ ഞാൻ പേജ് നമ്പർ 1 എന്ന് പറയുമ്പോ ഇത് വലിയ കിതാബാന്ന് വിചാരിക്കേണ്ട, അയാളുടെ കിതാബൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇയാള് പറഞ്ഞത് എന്താ? അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ് തൗഹീദ്. ഇബാദത്ത് ചെയ്യലെന്ന് പറയുന്ന ഒരു കർമ്മമാണ്, വിശ്വാസപരമായ ഒരു പ്രശ്നമേ അല്ല. അപ്പൊ ഇയാൾ അതിനെ വിശ്വാസപരമായ കാര്യത്തെ ഒരു കർമ്മമാക്കി മാറ്റിയത് എന്തിനാ? അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. അയാൾക്ക് ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കാൻ ഉദ്ദേശമുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാളുടെ ശിഷ്യം വരുന്നു കുറച്ച് കഴിയുമ്പോ, കൃത്യമായി പറഞ്ഞാൽ 1935 മരിച്ച ഒരാൾ, റഷീദ് റിള എന്നാണ് അയാളുടെ പേര്. അയാള് ഈ ഇബാദത്ത് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഒരു മാറ്റം വരുത്തി. ആദ്യത്തെ ആള് തൗഹീദിലാണ് മാറ്റം വരുത്തിയത്, എന്നിട്ട് അതൊരു കർമ്മപരമായ പ്രവൃത്തിയാക്കി മാറ്റി. രണ്ടാമത്തെ ആള് വന്നിട്ട് ഇബാദത്തിന് പുതിയൊരു അർത്ഥം പറഞ്ഞു. എന്താണ് ഇബാദത്തിന്റെ അർത്ഥം? തഅലീമു ശൈഇ അലാ ഇഅ്തിഖാദി തഅ്സീരിഹിൽ ഗൈബിയ്യി. ഈ 1935 മുമ്പ്, 90 കൊല്ലമായിട്ടുള്ളൂ. ഇതിന്റെ മുമ്പ് ലോകത്ത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്ക്. ഇയാളാണ് ആദ്യമായിട്ട് ഇത് പറയുന്നത്. തഅലീമു ശൈഇ അലാ ഇഅ്തിഖാദി തഅ്സീരിഹിൽ ഗൈബിയ്യി. മറഞ്ഞ വഴിക്ക് ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ ആദരിക്കലാണ് ഇബാദത്ത് എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഉള്ളത് തിരുത്താനാണ് ഞാനിത് പറയുന്നത്, അല്ലാണ്ട് എവിടെയോ ഉള്ളവരെ കുറ്റം പറയാനല്ല. നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്, അത് പച്ചയിൽ അങ്ങോട്ട് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വളച്ചു കെട്ടി പറഞ്ഞു തരുന്നത്, എന്നാലും നിങ്ങളുടെ ഉള്ളിൽ അത് കയറും. ഇങ്ങനെ വന്നപ്പോ എന്തായി? മറഞ്ഞ വഴിക്ക് ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ആരോട് എന്ത് ചോദിച്ചാലും ചുരുക്കാവും. നേരിട്ട് ചോദിക്കാം, ഒരു 50 ഉറുപ്പ്യ തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു ചോറ് വാങ്ങി തരുമോ എന്ന് ഒരാളോട് ചോദിച്ചാൽ ചുരുക്കാവൂല. പക്ഷേ പ്രത്യക്ഷമല്ലാതെ മറഞ്ഞ വഴിക്ക് അത് കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചാൽ കാഫിറായി പോകും, മുശ്രിക്കായി പോകും. അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താവും. ഏതുപോലെ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ബിൽക്കീസ് രാജ്ഞി, 400 കിലോമീറ്റർ അകലെയുള്ള നാട്ടിൽ ഭരിക്കുന്ന രാജ്ഞി മുസ്ലിം ആയിക്കൊണ്ട് തിരിച്ചു വരികയാണ്. മുസ്ലിം ആയിക്കൊണ്ട്
സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് മുഅ്മിനത്താകാൻ വേണ്ടി വരികയാണ്. ഈ വിവരം ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി, ഇത് കഥയല്ല കേട്ടോ, ഖുർആനാണ്, നിഷേധിച്ച കാഫിറാവും. ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി വന്നിട്ട് മൂസാ നബിയോട് പറയും, നബിയെ അവര് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, കൊട്ടാരമൊക്കെ പൂട്ടി ഭദ്രമാക്കിയിട്ട് അവര് പട്ടാളവും പരിവാരവുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് സുലൈമാൻ നബിയോട് വന്ന് പറയാം. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ രാജകൊട്ടാരത്തിലുള്ള ആളുകളോട് പറഞ്ഞത് ഖുർആൻ, കാല യാ അയ്യുഹൽ മലഉ, ഏ സമൂഹമേ, ഏ ജനക്കൂട്ടമേ, ഇവിടെ കൂടിയ ആളുകളെ, അയ്യുക്കും യഅ്തീനി ബി അർശിഹ ഖബ്ല യഅ്തൂനി മുസ്ലിമീൻ, അവൾ അവളുടെ 100-400 കിലോമീറ്ററുകൾ അകലെയുള്ള കൊട്ടാരത്തിൽ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഭദ്രമായി കൂട്ടിവെച്ച് 7 വാതിലുകൾക്കുള്ളിലുള്ള ആ സിംഹാസനം, അതിനൊരുപാട് പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. ആ സിംഹാസനം, അവളുടെ രാജകൊട്ടാരത്തിലെ സിംഹാസനം, അവൾ ഇവിടെ എത്തുന്നതിന്റെ മുമ്പ്, ബിൽക്കീസ് രാജ്ഞി എത്തുന്നതിന്റെ മുമ്പ് എനിക്കിവിടെ എത്തിച്ചു തരാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ എന്ന് സുലൈമാൻ നബി ചോദിക്കുകയാണ്. സുലൈമാൻ നബി കാഫിറാണോ, മുശ്രിക്കാണോ? അല്ലല്ലോ, മറഞ്ഞ വഴിക്കുള്ള സഹായമായി ചോദിച്ചത്. ഇന്ന് ചില ആളുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ സുലൈമാൻ നബി അപ്പൊ തന്നെ മുശ്രിക്കാവണം. അപ്പൊ ഇത് കേട്ടപ്പോ ആ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ, ഒരു പോക്കിരി, ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു, അത് ഖുർആനാണ്, നിങ്ങൾക്കും ഖുർആനിൽ നോക്കിയാൽ കിട്ടും. നംല് സൂറത്തിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ്. വിശദമായി ഖുർആൻ പറയുന്ന കഥ, അല്ലാണ്ട് ഒരു കെട്ടുകഥയൊന്നും അതിലില്ല. അപ്പോ ഈ ജിന്നുകളിൽപ്പെട്ട മല്ലൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോ ഈ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സിംഹാസനത്തിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ഇനി ഇറങ്ങുക ഉച്ചയ്ക്കാണല്ലോ. ഈ സിംഹാസനത്തിൽ നിന്ന് താങ്കൾ ഇറങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ ആ കൊട്ടാരം, ആ സിംഹാസനം ഇവിടെ എത്തിച്ചു തരാം എന്ന് ഇഫ്രീത്ത് മിനൽ ജിന്ന് പറഞ്ഞു, ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ. അപ്പൊ സുലൈമാൻ നബിക്ക് പോരാ, അത് കുറെ വൈകും. 2 മണിക്കൂർ പിടിക്കൂലേ? 2 മണിക്കൂറൊന്നും വൈകാൻ പറ്റൂല, ഇപ്പൊ തന്നെ ഇവിടെ കിട്ടണം. സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പോരാ എന്ന് നിലയ്ക്ക് അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോ ആ സമയത്ത് ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന വേറൊരാള് പറയുകയാണ്, വേദഗ്രന്ഥം പഠിച്ച ഒരു ആലിമ്, ഒരു പണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ആസഫ് ബർഖിയ എന്നാണ്. ഒരു ആലിമ്, ഒരു പണ്ഡിതൻ, ഒരു വലിയ, നിനക്കടാ വലിയ എന്ന് പറയാ. ഏതായാലും ആസഫ് ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സാധാരണ മനുഷ്യനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ മേലോട്ട് നോക്കിയിട്ട് താഴേക്ക് നോക്കുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരാം. താങ്കൾ മേൽപോട്ട് നോക്കിയിട്ട് താഴേക്ക് നോക്കുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തിച്ചു തരാം എന്ന് ആര് പറഞ്ഞു? ആസഫ് ബിൻ ബർഖിയ പറഞ്ഞു. ഖുർആനാണ്. ഇതിന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് പഴവ്, കുഫർ നമ്മിലേക്ക് കുത്തിവെക്കപ്പെടുകയാണ്. അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനാണ് ആസഫ് ബിൻ ബർഖിയ. നബിയല്ല, റസൂലല്ല. അയാള് മുൻകൂട്ടി പറയാ, ആ 100 കണക്കിന് മൈലുകൾക്ക് അകലെയുള്ള ആ സിംഹാസനം നിങ്ങൾ കണ്ണു ചിമ്പി വിളിക്കുമ്പോഴേക്ക് ഞാൻ മുന്നിൽ എത്തിച്ചു തരാം എന്ന് ഇയാള് പറയുന്നത് അള്ളാഹിനോട് ചോദിച്ചിട്ടല്ല പറയുന്നത്. അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ കാഫിറായി പോകും. എന്താ ഔലിയാക്കന്മാര്, എന്ത് കഴിവ്, എന്താ അവരോട് ചോദിക്കാൻ പറ്റുമോ? അവരോട് സുലൈമാൻ നബിയാ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ചോദിക്കില്ല കേട്ടോ, വേറെ വിഷയം. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്നാ പിന്നെ ഈ ഉസ്താദ് വരെ ദ്വായിലോ ഒന്നും അങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കൂല, ഞാൻ അങ്ങനെ ഒരു വാശിക്കാരനാണ്. അങ്ങനെ ചോദിക്കണമെങ്കിൽ നിങ്ങളോട് ഞാൻ പലതും ചോദിക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ഒരാളല്ല. അല്ലാഹു തആല അള്ളാഹിനോട് മാത്രം ചോദിച്ച് അള്ളാഹിന്റെ നിന്ന് കിട്ടി മാത്രം ജീവിക്കുന്ന ഒരാളാക്കി അള്ളാഹു എന്നെ സ്വീകരിക്കുമാറാവട്ടെ. അത് ഈമാനിന്റെ ഉയർന്നൊരു പദവിയാണ്. ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. സുലൈമാൻ നബി ഇവിടെ ചോദിക്കുന്നു. ആരോടായി ചോദിക്കുന്നത്? ആസഫ് ബിൻ ബർഖിയ എന്ന വലിയനോട്, ഒരു നബിയായ റസൂലായ സുലൈമാൻ നബി ചോദിക്കുന്നു അതുകൊണ്ട് എത്തിച്ചു തരാൻ. അതിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ സമയത്ത് ഇത് പറഞ്ഞ് കണ്ണ് ചിമ്പി പിടിക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി.
ഖുർആൻ പറയുന്നു, അതവിടെ എത്തി. ഇത് കണ്ടപ്പോ സുലൈമാൻ നബി പറഞ്ഞ വാക്ക് നമ്മുടെ ഈമാനിന്റെ ഭാഗം കാല. ഇത് കണ്ടപ്പോ സുലൈമാൻ നബി പറഞ്ഞത് എന്താ? ഇത് നിന്റെ കഴിവിൽപ്പെട്ടതല്ല, ആദാമിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. കറാമത്തുകൾ, മുഅ്ജിസത്തുകൾ, സഹായങ്ങളൊക്കെ ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ആര് തന്നാലും, ആരെന്ത് തന്നാലും. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ ആക്കിയത് ചെലവുള്ള ആക്കിയത് നല്ല ബിരിയാണിയോ അല്ലെങ്കിൽ ആട്ടുകറിയോ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരും. ഞാൻ വയറ് നിറച്ച് തിന്നിട്ട് അൽഹംദുലില്ലാ ആചേരി എന്ന് ഞാൻ പറയാറില്ല. ഞാൻ അൽഹംദുലില്ലാ എന്നാ പറയുന്നത്. തന്ന ആചേരിക്ക് അൽഹംദുലില്ലാ ആചേരി എന്നോ അൽഹംദുലില്ലാ പോക്കരി എന്നോ ഞാൻ പറയാറില്ലല്ലോ. അതന്നെ സുലൈമാൻ നബി ഇവിടെ പറഞ്ഞത്. അള്ള നേരിട്ട് ആർക്കൊന്നും കൊടുക്കാറില്ല. അള്ള ആരിലൂടെ ഇതൊക്കെ കൊണ്ട് തരുകയില്ല. ആര് തന്നാലും പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാ. സ്തുതി അള്ളാഹുവിനാണ്. ഇത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവാണ് നമുക്കിത് നൽകുന്നത്. മുഹീദ്ദീൻ ശൈഖ് തന്നാലും റസൂലുള്ളാഹി തന്നാലും അല്ലെങ്കിൽ ബദറിൽ റസൂലുള്ളാഹിനെ ബദരീങ്ങളെ മലക്കുകൾ സഹായിച്ചാലും സഹായം അള്ളാഹുവിൻ്റെതാണ്. അതിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. ആരുടെയെങ്കിലൊക്കെ കയ്യിലൂടെ കൊണ്ട് കിട്ടുന്നു എന്നതൊഴിച്ചാൽ കാര്യം, സഹായം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യങ്ങളിൽപ്പെട്ടതാണ്. ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദി കേട് ചെയ്യുന്നവനാണോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തആല ചെയ്ത പണിയാണ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് നംൽ സൂറത്തിന്റെ 38 മുതൽ 38, 39, 40 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ സഹായിക്കും. അത് അള്ളാഹു ഏൽപ്പിക്കുന്നത്. അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞതിൽ ജിബ്രീൽ പെട്ടിട്ടുണ്ട്, മീകായിൽ പെട്ടിട്ടുണ്ട്, അസ്റായിൽ പെട്ടിട്ടുണ്ട്, ഇസ്രാഫീൽ പെട്ടിട്ടുണ്ട്. ഇന്ന ആളുകളൊന്നുമില്ല. അള്ളാഹിന്റെ ഔലിയാക്കൾ പറഞ്ഞാൽ അള്ളാഹിന്റെ ഇഷ്ടക്കാരെന്നാണ്. ചിലപ്പോൾ നമ്മളെ അള്ളാഹ്ക്ക് സഹായിക്കണമെന്ന് തോന്നി എന്നെ അള്ളാഹു താല ചിലപ്പോൾ അതിങ്ങനെ കള്ളുടിയിലായിരിക്കും കൊടുത്തിരിക്കുക. അല്ലാണ്ട് അയാൾ വലിയ ആളൊന്നുമില്ല. ഏതെങ്കിലും ഒരു കള്ളുടി എനിക്ക് തോന്നുക കണ്ണാടി പള്ളിയിലെ ഖത്തീബിന് ഒരു 10,000 ഉറുപ്പിക കൊണ്ട് കൊടുക്കണം എന്ന് അള്ളാഹു താല തോന്നിപ്പിച്ചു. ആ 10,000 അവന്റെ കിട്ടി, അവൻ എനിക്ക് കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ പറയും അൽഹംദുലില്ലാ. ഇത് അള്ളാഹുവാണ് തരുന്നവൻ, അള്ളാഹുവാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ. ആരിലൂടെ കിട്ടിയാലും തരുന്നത് അള്ളാഹുവാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ തൗഹീദിന്റെ ആളുകളല്ല. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പൂർവികരായി വിശ്വസിച്ചു വന്ന സലഫു സാലിഹീങ്ങളുടെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ അതിന് ശിർക്ക് വരൂല, അതിനൊരിക്കലും കുഴപ്പവും വരൂല, അതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ സുലൈമാൻ നബി അടക്കമുള്ളവരൊക്കെ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും. ഞാൻ അള്ളാഹിനോടില്ലാതെ ചോദിച്ചില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ മടവൂരിനോട് ചോദിക്കാറില്ല, ഞാൻ മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കാറില്ല. ഞാൻ അങ്ങനത്തെ സ്വഭാവക്കാരനൊന്നുമല്ല. ഞാൻ അള്ളാഹിനോടെ ചോദിക്കാറുള്ളൂ. പക്ഷെ അള്ളാഹിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ പഴച്ചവനാണ്. കാരണം സുലൈമാൻ നബി കാഫിറായി. സ്വഹാബാക്കൾ പലരും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിനോട് ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ എനിക്ക് സ്വർഗത്തില് നിങ്ങളുടെ റഫീഖായി ജീവിക്കാൻ ഭാഗ്യം തരണമെന്ന് ചോദിച്ച റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ, നീ ചെയ്തത് ശിർക്കാണ്, നീ എന്നോട് സ്വർഗം ചോദിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ മരണത്തിന്റെ ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ വിശ്രമിക്കുന്ന, ഖബറടക്കപ്പെട്ട മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ ചെന്നുകൊണ്ട് പ്രമുഖ സഹാബിയായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലം, മഴയില്ലാതെ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു ജനങ്ങൾ ആകമാനം. ഭരം കൊണ്ട് ബുദ്ധിമുട്ടിയ കാലമാണ്. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നുൽ മുസ്നി റളിയല്ലാഹു, ബിലാൽ മറ്റേ വാങ്ങൊടുക്കണ ബിലാലല്ല, അത് ബിലാൽ മുഅദ്ദിൻ എന്നാ പറയാ, ബിലാൽ ഇബ്നുൽ മുസ്നി എന്നാണ്. മുസ്നി ഗോത്രത്തിൽപ്പെട്ട ബിലാൽ റസൂലുള്ളാഹിന്റെ റൗദ ശരീഫിൽ ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നുണ്ട്, നബിയേ മഴല്ല, അന്നന്നാസഖദ് ഹലകു, ജനങ്ങളൊക്കെ നശിച്ചു, ഭക്ഷണങ്ങളൊക്കെ നശിച്ചു നബിയേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട്, അള്ളാഹുവിന്റെ പ്രവാചകരോട് ബിലാൽ എന്ന സഹാബി ചെന്നിട്ട് ആവലാതി പറഞ്ഞു. വഫാത്തായ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നിട്ട് അള്ളാഹിന്റെ റസൂല് അന്ന് രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ബിലാൽ എന്നവർക്ക്. എന്നിട്ട് പറഞ്ഞു, നീ ഉമറിനോട് പോയിട്ട് ഇങ്ങനെ ഞാനൊക്കെ പറ,
ഉമർ ചെയ്ത ചില പ്രവൃത്തികളിൽ കുറച്ച് ഏർക്കം വന്നിട്ടുണ്ട്. നീതി വേണ്ടതാ, പക്ഷെ ദുർബലരായ ചില ആളുകളുടെ അവകാശങ്ങൾ തടയപ്പെട്ടിട്ടുണ്ട് നീതി നടപ്പിലാക്കുന്ന കൂട്ടത്തിൽ. അത് ഉമറിനോടൊന്ന് പറയണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയും പിറ്റേന്ന് ശക്തമായ മഴ വർഷിപ്പിക്കപ്പെടുകയും ചെയ്ത ചരിത്രം ഹദീസുകളിൽ ബുഖാരിയിൽ അടക്കം ഉദ്ധരിക്കപ്പെട്ട പ്രസിദ്ധമായ സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തെങ്കിലും വിശ്വസിച്ചാൽ നമ്മുടെ മുൻഗാമികൾ കാഫറാനായിരിക്കാൻ നമ്മൾ നോക്കണം. നമ്മൾ പുതിയൊരു തൗഹീദുകാര്, എന്നിട്ട് പൂർവികരൊക്കെ പഴിച്ചോര്, അവരുടെ തൗഹീദൊക്കെ പഴവ്, അവരുടെ ഇബാദത്തുകളൊക്കെ ശിർക്ക്, അവർ ചെയ്തു വെച്ചതൊക്കെ തെറ്റ് എന്ന് വിശ്വസിച്ചാൽ എന്താ അബദ്ധ? ഒരിക്കലും ഇതൊന്നും ഇബാദത്താകൂല. മഹാനായ പൂർവികരായ ഇമാമുകൾ പറഞ്ഞ തൗഹീദിന്റെ നിർവചനം എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന വിനയത്തിന്റെയും താഴ്മയുടെയും അങ്ങേ തലയ്ക്കാണ് ഇബാദത്ത് എന്ന് പറയുക. അല്ലാതെ മറഞ്ഞ വഴിക്ക് ഉപകാരം കിട്ടും വിചാരിച്ചിട്ട് ഒരാളെ ആദരിച്ചത് കൊണ്ടോ ബഹുമാനിച്ചത് കൊണ്ടോ ഒരിക്കലും ശിർക്കൊന്നും വരൂല. ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നു, ടീച്ചർ ഇത്തിരി പോക്കിരിയാണ്. ടീച്ചർ വന്നപ്പോ എണിച്ചു നിൽക്കാതിരുന്നാൽ ടീച്ചർ ക്ലാസ് പരീക്ഷയിൽ തോൽപ്പിക്കും എന്നൊരു കുട്ടി വിചാരിച്ചു. പറഞ്ഞ വഴിക്ക് ആ ടീച്ചർ തോൽപ്പിക്കും വിചാരിച്ചിട്ട് ഒരു കുട്ടി എണിച്ചു നിന്ന ശിർക്കാവുന്ന ഈ പറയണത്. ഒരിക്കലും ശിർക്കാവൂല. ടീച്ചറെ കണ്ടെടുത്തുകൊണ്ട് താലീം ചെയ്തുകൊണ്ടൊന്നും ശിർക്ക് വരൂല. ഇത് പൊട്ടത്തര. ഇബാദത്താകണമെന്നുണ്ടെങ്കിൽ അക്സാവായത്തിൽ വിനയത്തിന്റെയും താഴ്മയുടെയും അങ്ങേ അറ്റത്തിന് അർഹതപ്പെട്ടവരിലേക്ക് ചേർക്കണം. ജമഅ്ശരി എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞത് മുഅ്തസിലി പണ്ഡിതനാണ്, സുന്നി പണ്ഡിതനല്ല. ഈ പറയുന്ന ജമഅ്ശരി ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും വലിയ പഴച്ച വിഭാഗമായിരുന്നു മുഅ്തസിലത്ത്. പക്ഷെ അദ്ദേഹം അതാകുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കാണിത്. അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും അദ്ദേഹത്തെ ആ വിഷയത്തിൽ അംഗീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതെന്താ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വലുതാലിക്കലം ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്തവനോട് കാണിക്കുന്ന അനുഗ്രഹത്തിന് നന്ദിക്ക് മാത്രമേ ഏറ്റവും വലിയ നന്ദി എന്ന് പറയാൻ പറ്റൂ. ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത ഒരാളോട് മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പം തന്നെ ഇബാദത്താകും. ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത ആളോട് നാം കാണിക്കുന്ന നന്ദിക്കാണ്, വിനയത്തിനാണ് ഇബാദത്ത് എന്ന് പറയുക. അതുകൊണ്ട് അത് അള്ളാഹുവാണ് ചെയ്തത്. ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് നമ്മളെ പടച്ച് നമുക്ക് ജീവൻ തന്നതാണ്. അവനോട് കാണിക്കുന്ന വിനയത്തിന് മാത്രമേ ഇബാദത്ത് എന്ന് പറയൂ. ഉസ്താദിനോട് വിനയം കാണിച്ചത് കൊണ്ടോ, മാതാപിതാക്കളോട് വിനയം കാണിച്ചത് കൊണ്ടോ, തങ്ങന്മാരെയോ അല്ലെങ്കിൽ ഔലിയാക്കളെയോ ബഹുമാനിച്ചത് കൊണ്ടോ അവിടെ ഒരിക്കലും ഇബാദത്ത് ആവൂല. അത് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത പരമ അന്നദാതാവ്, പരമോന്നത പദവിയിൽ നിൽക്കുന്ന അല്ലാഹുവിനോട് കാണിക്കുന്ന വിനയമാണ്. അവനാണ് യഥാർത്ഥത്തിൽ അതിന് അർഹതപ്പെട്ടവൻ. അങ്ങേതല അനുഗ്രഹത്തിന് അർഹതപ്പെട്ടവൻ അവൻ മാത്രമാണ് എന്ന് ഈ കശാഫിന്റെ 1-ാം വാള്യം 11-ാമത്തെ പേജിലും ഇപ്പൊ അടുത്ത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ലോക പ്രശസ്ത ഇസ്ലാമിക ഖുർആൻ വ്യാഖ്യാതാവായിരുന്ന മുഹമ്മദ് അലി സാബൂനി 31 വാല്യങ്ങളുള്ള ഖുർആൻ വ്യാഖ്യാനമുണ്ട് അദ്ദേഹത്തിന്. എൻ്റെ വീട്ടിലുണ്ട്, അച്ചടിച്ചതിലുണ്ട്, ലാപ്ടോപ്പിലുള്ളതല്ല പറഞ്ഞ അച്ചടിച്ചത് തന്നെ എൻ്റെ വീട്ടിൽ ആ കിതാബുണ്ട്. സഫുവത്തു തഫാസീർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ആധികാരികമായ തഫ്സീർ ഗ്രന്ഥം ഗൾഫിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. ആ തഫ്സീറിന്റെ 1-ാമത്തെ വാല്യം 11-ാമത്തെ പേജിൽ, അതായത് ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബാദത്തിന് ഇയ്യാക നഅ്ബുദു പറയുന്നോടത്ത് തന്നെ മഹാനവകൾ ഈ വാക്കുദ്ധരിച്ചതായിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 200 കൊല്ലത്തിന്റെ ശേഷമുണ്ടായ പുതിയൊരു തൗഹീദും പുതിയൊരു ഇബാദത്തും പുതിയൊരു ശിർക്കും പുതിയൊരു ദുആയും നമ്മയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നു. എന്തിനാപ്പാ അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? ലീഗ് നേതാവ് പറഞ്ഞത് കേട്ടിട്ട് അത് ശരിയല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് ശരിയല്ല. നിങ്ങൾ ചോദിക്കണില്ലെങ്കിൽ ചോദിക്കണ്ട. ഇതെന്താ നീ സഹായം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹിനോട് തന്നെയാണ്. വേറെ ആരോട് ചോദിച്ചാലും നഷ്ടമല്ലാതെ ലാഭം ഉണ്ടാവില്ല.
വലൗ സുഇലന്നാസു തുറാബാ ലഔശഖു ഇദാ ഖീല ഹാതു അൻ യമല്ലു വയംനൗ. ഒരു അറബി കവി പറഞ്ഞതുപോലെ, നീ ആരോടെങ്കിലും നിന്റെ തൊടിയിൽ നിന്ന് വളപ്പെന്ന് ഒരു പിടി മണ്ണ് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവൻ പറയും പറ്റൂല. ചോദിക്കാണ്ട് ചിലപ്പോൾ എടുത്തിട്ട് പോയാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചോദിച്ചാൽ അവൻ വിചാരിക്കും അങ്ങനെ പലത് കൊടുത്താൽ ചിലപ്പോൾ എന്നെ സ്വീകരിക്കാൻ പറ്റിയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വല്ല കൂടോത്രം ചെയ്യാൻ കൊടുക്കാനാണെങ്കിലോ അത് പറ്റില്ല. എൻ്റെ തൊടിയിൽ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അവൻ കാണാതെ വന്ന് എടുക്കുന്നുണ്ടോ നോക്കാൻ ചിലപ്പോ രാത്രി ഉറക്കം വെച്ച് കാവലിരിക്കുവാകും. ചോദിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് ചോദിച്ചാൽ ഉറക്കണ്ടാവില്ല എന്ന് വെച്ചിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അടക്കമുള്ളവരെ മുശ്രിക്കാക്കുന്ന ഈ പ്രവണത നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കാണണം. നമ്മുടെ പുതിയ തലമുറ കാഫിറായി പോകുന്നു. സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരും ഒരുപാട് ആളുകളും ഇതാണ് ശരി, യുക്തിവാദികളുടെ മതയുക്തിവാദികളുടെ ഈ വാദം തലയിൽ കയറിയിട്ട് ഇതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ സമുദായത്തിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് അത്തരം വിഡ്ഢിത്തങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അല്ലാഹു തആല അവന്റെ അമ്പിയാക്കൾക്ക് നോക്കി, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പോലും വളരെ മോശമായ കാഴ്ചപ്പാടാണ് ഇവർ വിശ്വാസത്തിൽ വെച്ചു പുലർത്തുന്നത്. നീട്ടി പറയേണ്ട വിഷയമാണ്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അടുക്കെ, അകലെ, പതുക്കെ, ഉറക്കെ എന്നീ വ്യത്യാസങ്ങളൊന്നും കൂടാതെ കേൾക്കൽ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. നല്ല വാക്കില്ലേ കേട്ടപ്പോ? നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട് ശരിയാണല്ലോ ആ പറയുന്നത്. അത്തരം കേൾവി വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കൽ കുഫ്റാകുന്നു. കെ ഉമർ മൗലവി സൽസബീൽ 983 ജൂലൈ മാസം ഇറങ്ങിയ സൽസബീൽ എഴുതിയ ലേഖനത്തിൽ പേജ് 48 എൻ്റെ വീട്ടിലുണ്ട് ഈ സാധനം. എൻ്റെ വാപ്പ ആദ്യം ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ സുന്നി മൂല്യരായപ്പോൾ അത്യാവശ്യം എതിർക്കേണ്ട പുസ്തകങ്ങളൊക്കെ വാപ്പ വാങ്ങി വെച്ചതുണ്ടായിരുന്നു. വഹാബികളുടെയും മൗദൂദികളുടെ ഒക്കെ പുസ്തകം അതിൽപ്പെട്ടതാണ് അതൊക്കെ. എൻ്റെ വാപ്പ പണ്ടേതൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അല്ലാഹു തആല എൻ്റെ വാപ്പ എൻ്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നോക്കി, നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് എന്താ ഉണ്ടാകുക? റസൂലുള്ളാഹിനെ യാ റസൂലല്ലാഹ് നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് കണ്ണാടിയിൽ ഇരുന്നിട്ട് ഒരാൾ പറഞ്ഞാൽ റസൂലുള്ളാഹ് കേൾക്കുമോ? കേൾക്കൂലാന്ന് വിശ്വസിക്കണം. കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർ മുശ്രിക്കാണ്, കുഫറാണ് എന്നാണ് ഉമർ മൗലവി പറഞ്ഞത്. ഹാഫിദ് ഇബ്നു അൽ-അസ്കലാനി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. കേട്ട് നോക്കി, നിങ്ങൾ ചുരുക്കി പറയാം. അന്ന നബിയായ യസ്തസ്സൂന ബി ആയാത്തിൻ യുഅയ്യദൂന ബിഹാ ലിയതമയ്യദു ബിഹാ അമ്മൻ ലൈസ മിസ്ലഹും. പ്രവാചകന്മാരും മുർസലുകൾക്ക് അല്ലാഹു തആല സാധാരണ മനുഷ്യന്മാർക്കില്ലാത്ത ചില പ്രത്യേകതകൾ അല്ലാഹു തആല നൽകും. ഫഅയിലാഹ, അതിൽ ഏറ്റവും വലുത് തക്ലീമുല്ലാഹിന്റെ ഗൈരി വാസിത്തത്തിൽ, അല്ലാഹു തആല അവരെ ഇടയാളമില്ലാതെ നേരിട്ട് സംസാരിക്കും അല്ലാഹു തആല അവരുമായിട്ട്. വതാസിഉഹ, ഒമ്പതാമത്തത് റഖഅഉ ബസരിഹി, ആ അമ്പിയാക്കന്മാരുടെ കണ്ണുകളുടെ കൂർമ്മതയാണ്, അവരുടെ കാഴ്ച ശക്തിയുടെ കൂർമ്മത. എത്രത്തോളം? ഹത്താ യകാദു യബ്സുറു ശൈഅ മിൻ അഖ്സൽ അർളി, ഭൂമിയുടെ ഏറ്റവും ദൂരമുള്ള ഭാഗത്ത് നടക്കുന്ന കാര്യം ഭൂമിയുടെ മറ്റേതോ കോണിലിരുന്ന് കാണാൻ പ്രവാചകന്മാർക്ക് കഴിയും എന്ന് വിശ്വസിക്കൽ ഈമാന്റെ ഭാഗം. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു തങ്ങൾ എഴുതി വെച്ചതാ. ഈ വഹാബി മൗദൂദികളൊക്കെ അംഗീകരിക്കുന്ന കിതാബാ, അവരൊക്കെ തെളിവായി പറയുന്ന കിതാബാണ്. അത് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയാ. റസൂൽ നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കും. ഈ കേൾക്കണം അത് മാത്രമാണെങ്കിൽ അടുത്തത് ആശുറുഹ, പത്താമത്തത് റഖഅഉ സംഇഹി, റസൂലുള്ളാഹി തങ്ങളുടെ പ്രവാചകന്മാരുടെ കേൾവിയുടെ കൂർമ്മതയാണ്. ഹത്താ യസ്മാ മിൻ അഖ്സൽ അർളി മാ ലാ യസ്മഉഹു ഗൈറുഹു, ഭൂമിയുടെ ഏത് കോണിൽ ആര് വിളിച്ചാലും ആര് ശബ്ദിച്ചാലും അതൊക്കെ കേൾക്കാൻ പ്രവാചകന്മാർക്ക് കഴിയും. അതിനുള്ള കേൾവി അല്ലാഹു അവർക്ക് നൽകുന്നുണ്ട്. ഹാദി അശ്റഹ, 11ാമത്തത് റഖഅഉ ശബ്ദിഹി, അവർക്ക് വാസന അറിയാനുള്ള കഴിവ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വാസന മദീന പള്ളിയിലുള്ള റസൂലുള്ളാഹി തങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അത് വിശ്വസിക്കണം നമ്മള്, എന്നാലേ നമ്മൾ മുഅ്മിനാകൂ. നോക്കി, നിങ്ങൾ എന്നിട്ട് പറയാ കമാ വഖാരി യഅഖൂബ ഫീ ഖമീസി യൂസുഫ, യൂസുഫ് നബിന്റെ കുപ്പായത്തിന്റെ കാര്യത്തിൽ യാക്കൂബ് നബിക്ക് സംഭവിച്ചതുപോലെ. ഫത്ഹുൽ ബാരി 12ാമത്തെ വാള്യം 383ാമത്തെ പേജിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. അങ്ങനെ യൂസുഫ് നബിയുടെ അഞ്ചന്മാരൊക്കെ തിരിച്ചറിഞ്ഞു. അവസാനം വാപ്പാന്റെ ആവലാതിയും വാപ്പാന്റെ കണ്ണില്ലായ്മയും ഒക്കെ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഏട്ടന്മാര് പറഞ്ഞു.
നിന്നെ പറ്റി ഓർത്തോർത്ത് കരഞ്ഞിട്ട് വാപ്പാന്റെ കണ്ണൊക്കെ മൂടിപ്പോയി, യൂസുഫെ ഇപ്പൊ കാഴ്ചയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ യൂസഫ് നബി അലൈഹിസ്സലാം താൻ ഇട്ടിരുന്ന തന്റെ വിയർപ്പിന്റെ ദുർഗന്ധമുള്ള കുപ്പായം ഊരിയിട്ട് പറഞ്ഞു, ഇദ്ഹബു ബി ഖുർആനത് ഇദ്ഹബു ബി ഖമീസി ഹദാ, നിങ്ങൾ എന്റെ ഈ കുപ്പായമായിട്ട് പോയിക്കോണേ, എന്നിട്ട് ഫഅൽഖൂഹു അലാ വജ്ഹി അബി, ഈ കുപ്പായം കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്റെ വാപ്പാന്റെ മോത്തി കിട്ടോളി. ഈ നാറുന്ന കുപ്പായം, എന്റെ വയർപ്പിന്റെ നാറ്റമുള്ള കുപ്പായം എന്റെ വാപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാൽ ബസീറ, എന്റെ വാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും എന്ന് യൂസഫ് നബി പറയാ. ഇപ്പൊ വഹാബികൾ പറയുന്നത് ശിർക്കാണ്, മോചിതത്ത് ഉണ്ടാകുന്നത് മുൻകൂട്ടി പ്രവാചകന്മാർക്ക് അറിയില്ല എന്നാ വഹാബികൾ പറയുന്നത്. ആരാ മുശ്രിക്ക്? യൂസഫ് നബി. ഖുർആനത് ഹദീസല്ല, ഹദീസാണെങ്കിൽ ദഈഫാണെങ്കിലും പറയാം, ഖുർആനിൽ ദഈഫാക്കേണ്ടി വരും. ഇവർ കുഫറിന്റെ ഭാഗമാണ്, ഇസ്ലാമിനെ നശിപ്പിക്കാനുണ്ടായ ഭാഗമാണ്. നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. നമ്മുടെ ചെറുപ്പക്കാർ യൂട്യൂബിലും മറ്റൊക്കെ ഈ തമ്മാടികളുടെ പ്രസംഗം കേട്ടിട്ട് ഇത് നമ്മൾ വഞ്ചിതരാകുകയാണ്. ആരാണ് ഇവിടെ കാഫറായത്? യൂസഫ് നബി തീർന്നില്ല. അവരവിടുന്ന് വീട്ടിൽ നിന്ന് അവര് യൂസഫ് നബിയുടെ കുപ്പായവുമായിട്ട് അവരവിടുന്ന് പുറപ്പെട്ടു. വലമ ഫസലത്തിൽ ഈറു, ആ യാത്രാ സംഘം മിസ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോ യൂസഫ് നബി യാക്കൂബ് നബി അലൈഹിസ്സലാം പറയാ, കാലൂഹും, അവരുടെ വാപ്പ വീട്ടിലുള്ളവരോട് പറയാ, ഇന്നീല അജിദു റീഹ യൂസുഫ, ഞാൻ എന്റെ യൂസുഫിന്റെ വാസന അനുഭവിക്കുന്നു. 600 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് അവര് പുറപ്പെട്ടത്. അപ്പോഴാണ് യൂസഫ് യാക്കൂബ് നബി പറയുന്നത്, എന്റെ മോന്റെ വാസന ഞാൻ അനുഭവിക്കുന്നുവെന്ന്. ലൗല അൻത സന്നിധോൻ, പക്ഷെ വഹാബികൾക്ക് അത് തിരിയൂല. അതാ യാക്കൂബ് നബി പറഞ്ഞു, നിങ്ങൾ എന്നെ പിരാന്തനാക്കളിയിരിക്കുന്നു. സ്വാഭാവികമായി ഇത് തിരിയാത്തവർ പറയാ പിരാന്തൻ. ആരാണ് ഈ പിരാന്തൻ? യാക്കൂബ് നബിയായി പിരാന്തൻ. നിങ്ങൾ എന്നെ പിരാന്തനാക്കളില്ലെങ്കിൽ ഞാൻ ആ വാസന അനുഭവിക്കുന്നു. 600 കിലോമീറ്റർ അപ്പുറത്താ ഈ പറയുന്ന മിസ്ർ എന്ന് പറയുന്ന സ്ഥലം. ഏതായാലും കുടുംബക്കാര് മക്കള് പറഞ്ഞെന്താ, കാലു തല്ലാഹി ഇന്നക ലഫീ വലാലിക്കൽ ഖദീം, അല്ലാഹനെ തന്നെയാണ് സത്യം. ബാപ്പ, നിങ്ങൾ ഇപ്പോഴും പഴയ പ്രകൃതിയിൽ തന്നെ, നിങ്ങൾക്ക് ഇപ്പോഴും നേർമാർഗം കിട്ടിയിട്ടില്ല. സുന്നികളെ പറ്റി വഹാബികൾ പറയുന്ന അതേ വാക്ക് യൂസഫ് നബിന്റെ വീട്ടിലുള്ള യാക്കൂബ് നബിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളും കുട്ടികളും യാക്കൂബ് നബിയെ പറ്റി പറഞ്ഞ വാക്കാണ് ഇന്നക ലഫീ വലാലിക്കൽ ഖദീം. ഈ സുന്നികൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും ബദരീകൾ സഹായിക്കും, ഔലിയാക്കന്മാർ സഹായിക്കും പറഞ്ഞിട്ട് ഇരിക്കുക ഈ പോയത്തക്കാരി ഖുറാഫികള്. ഇതാര് പറഞ്ഞ വാക്കാ? ഇനി ഈ വിവരമില്ലാത്ത പൊട്ടന്മാരായ ആളുകൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ വാക്ക്. ഏതായാലും ഇങ്ങനെ ഒരുപാട് പിഴവ് നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ശിർക്കും കുഫറും മറുഭാഗത്താണ്. എന്നിട്ട് അരക്കൊപ്പം മന്ദുള്ളവനാ, ചേറി നിൽക്കണവനെ മന്ദംകാല നമ്മൾ മുശ്രിക്കാക്കുന്നത്. ഇത് നിങ്ങൾ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. വലിയ അപകടകരമായ അവസ്ഥയാണ്. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതായിട്ട് ഷാറാനി ഇമാം തൊബക്കാത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചിട്ടില്ല. മുഹീദ്ദീൻ ശൈഖ് എന്റെ വാദക്കാരനാ. ആരോടും അള്ളാഹിനോട് മാത്രമേ മുമ്പ് സഹായം ചോദിക്കൂ. അതിനിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആള് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നവൻ കാഫിറാവും. അവൻ ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കുന്നവനായി തീരും. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, ഹിദായത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തോടെ നമ്മൾ എടുക്കണം. ഇവിടെ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ പള്ളിയിൽ നിസ്കരിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവരുടെ പള്ളികളിൽ ആയിരക്കണക്കിന് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി കൂടും. അവരിൽ ഒറ്റ വിശ്വാസി, ഒരു മുഅ്മിന് പോലും ഇല്ലാത്തൊരു കാലം വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അതുകൊണ്ടാ ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കവും മലയിടിച്ചലും നൂറുകണക്കിന് മരണവും വേദനാജനകമായ കണ്ടിരിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് ഇന്ന് തൗഹീദ് എന്ന് പറയുന്നത് കുഫറാണ്. ദജ്ജാല് വരാൻ പോകുമ്പോ സംഭവിക്കുന്നു അതാണ്. ദജ്ജാലിന്റെ ഒരു കയ്യിൽ സ്വർഗം, അല്ല ഒരു കയ്യിൽ സ്വർഗം, മറ്റേ കയ്യിൽ നരകം. നമ്മൾ സ്വർഗമായി കാണുന്നത് യഥാർത്ഥത്തിൽ നരകമാണ്, നമ്മൾ നരകമായി കാണുന്നത് യഥാർത്ഥത്തിൽ സ്വർഗമാണ് എന്ന് റസൂലുള്ള പറഞ്ഞ പോലെ ഇപ്പൊ തൗഹീദ് എന്നും പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഷിർക്കിന്റെ ആളുകളാണ്. അവർ മുശ്രിക്കാക്കി മുദ്ര കുത്തുന്ന ചെറിയൊരു ന്യൂനപക്ഷം, ഞാൻ എല്ലാവരെയും ഒന്നും ഏറ്റെടുക്കാനും തയ്യാറല്ല.
സുന്നികളെന്ന് പറയുന്നവരൊക്കെ ശരിയായ മാർഗത്തിലാണ് എന്നൊന്നും എനിക്ക് വാദമൊന്നുമില്ല. കണ്ട മറ്റേ ആളുകൾ കാട്ടും പോലെ എന്ത് വൃത്തികേടിൻ്റെ പിന്നാലെയും അതൊക്കെ ഔലിയാണ്, അതൊക്കെ ഷെയ്ഖാണ്, അതൊക്കെ മറ്റതാണ് എന്ന് പറയുന്നതിനോടൊന്നും യോജിച്ചിട്ടൊന്നുമല്ല ഞാനീ പറയുന്നത്. ഒരാൾ വലിയാണോന്ന് അറിയാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. ആണെന്ന് പറയാനും നമുക്ക് കഴിയില്ല, അറിയില്ലാന്ന് അല്ല എന്ന് പറയാനും നമുക്ക് കഴിയില്ല. അത് അള്ളേനെ അറിയൂ ഒരാൾ വലിയാണോ അല്ലയോ എന്ന്. അള്ള അറിയിച്ചു തരണം, അല്ലാതെ അറിയൂല. അതുകൊണ്ട് ആ മമ്പളം ഞങ്ങളെ പോറ്റിപ്പോലും കുത്തുബുസമാനൻ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞപ്പോഴും വലിയന്ന് കുത്തുബ് വലിയെന്നൊന്നും പറഞ്ഞിട്ട് ആ പേര് ഉപയോഗപ്പെടുത്താതെ കുത്തുബുസമാനൻ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതിലും വലിയ അതുപോലത്തെ ഒരു വലിയ പറയാൻ നിർബന്ധിതനായത്. നമ്മളിപ്പോൾ എങ്ങനെയാ നമ്മുടെ പാർട്ടി കൂടിയ ഭ്രാന്തന്മാരൊക്കെ ഔലിയാക്കള്, ഞങ്ങളുടെ പാർട്ടിന്റെ സമ്മേളനത്തിന് വരുന്ന ഭ്രാന്തന്മാരൊക്കെ ഔലിയാക്കള് എന്ന നിലപാടിലേക്ക് സുന്നി സംഘടനകൾ മാറി. അതിലൊന്നും ഞാൻ പങ്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും നമ്മുടെ ഈമാൻ പിഴയ്ക്കാതെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ